മെഡിക്കൽ ഫീൽഡ്, എഡ്യൂക്കേഷൻ ഫീൽഡ്, ഇതൊക്കെ പണ്ട് മഹനീയമായിട്ട് കരുതിയിരുന്ന ഒരു കാലഘട്ടമുണ്ട്. മെഡിക്കൽ ഫീൽഡും എഡ്യൂക്കേഷൻ ഫീൽഡും ഒക്കെ ഇന്ന് ഏറ്റവും കൂടുതൽ ധനസമ്പാദനത്തിന് വേണ്ടിയുള്ള, അതിൻ്റെ ലക്ഷ്യം തന്നെ അങ്ങനെ ആയിപ്പോയിരിക്കുന്നു, മെഡിക്കൽ ഫീൽഡും എഡ്യൂക്കേഷൻ ഫീൽഡും. മറ്റൊന്നിൽ ഓരോ കാലഘട്ടം കഴിയും തോറും പിശാച് ഈ ലോകത്തെ അവൻ്റെ കൈക്കൽ ആക്കി പൈശാചികമായി നമ്മുടെ ലക്ഷ്യങ്ങളെയെല്ലാം തെറ്റിച്ച് കളയുന്നതായ ഒരു കാര്യം അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് എന്താണ്, ഇന്നിപ്പോൾ ഒരു ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് ശമ്പളത്തെക്കുറിച്ച് മാത്രമേ ചിന്ത വരത്തുള്ളൂ. പണ്ടങ്ങനല്ല. ഒരു ജോലി എന്ന് പറഞ്ഞാൽ ജോലിയിൽ നമ്മൾ ആനന്ദിച്ചിരുന്നു, സേവനത്തിൽ നമ്മൾ സന്തോഷിച്ചിരുന്നു. അത് മുഖേന മറ്റുള്ളവരെ സേവിക്കാൻ ലഭിക്കുന്ന അവസരത്തെക്കുറിച്ച് നമ്മൾ സന്തോഷിച്ചിരുന്നു. ശരിക്കും ഒരു ബിബ്ലിക്കൽ പ്രിൻസിപ്പിളാണ്. പ്രിൻസിപ്പിൾ ഞാൻ പലപ്പോഴും ഈ ജോലിയെക്കുറിച്ചൊക്കെ പറയുമ്പോഴൊക്കെ ഞാൻ പ്രായോഗികമായ കാര്യം പറയുകയാണ്. ഈ ജോലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അധ്വാനത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം, അധ്വാനം സേവനത്തിനുള്ള മാർഗമാണ്, സേവിക്കുവാനുള്ള മാർഗം. എന്നാൽ വേദപുസ്തകപ്രകാരം അതിന് കുറച്ചുകൂടെ അർത്ഥമുണ്ട്. അതായത് നമ്മൾ അധ്വാനിക്കുമ്പോൾ നമ്മൾ സേവിക്കുകയാണ്. സേവിക്കുന്നത് ശരിക്കും മനുഷ്യരെയല്ല ദൈവത്തെയാണെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഇപ്പം ഞാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട് ആളുകളോട്, ഹൗ ക്യാൻ യു സെർവ് ഗോഡ്? അപ്പോൾ നമ്മൾ ചിലപ്പം പറയും, അത് നമ്മൾ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും പാട്ട് പാടുകയും ചെയ്യുമ്പോഴൊക്കെ നമ്മൾ കർത്താവിനെ സേവിക്കുകയാണെന്ന്. തെറ്റിപ്പോയി സഹോദരങ്ങളെ. അല്ല, സേവിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ ആരെയെങ്കിലും സേവിച്ചാൽ അതിൻ്റെ ഗുണഭോക്താവായിരിക്കണം അയാൾ. അതുകൊണ്ട് അയാൾക്ക് എന്തുണ്ടാകണം? അയാൾക്ക് ഗുണമുണ്ടാകണം, ഇല്ലേ? ഞാനൊരാൾക്കൊരു വെള്ളം കൊടുത്താൽ ആ വെള്ളം വാങ്ങി കുടിക്കുന്ന വ്യക്തിക്ക് ഒരു ഗുണമുണ്ടാകുന്നുണ്ട്. അപ്പോഴാണ് അത് എൻ്റെ സേവനമാകുന്നത്. അല്ലെങ്കിൽ സേവനമാകത്തില്ല. ഞാനിപ്പോൾ പാട്ട് പാടിക്കഴിഞ്ഞാൽ കർത്താവിന് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകത്തില്ല. ഞാനിപ്പോൾ ആരാധിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മഹത്വം കൂടത്തുമില്ല, ആരാധിച്ചില്ലെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം കുറയത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് ആരാധിച്ചും പാട്ടുപാടിയും ഒന്നും ദൈവത്തെ സേവിക്കാൻ നമുക്ക് പറ്റത്തില്ല. പിന്നെ ദൈവത്തെ എങ്ങനെ സേവിക്കാൻ പറ്റുന്നത്? ദൈവത്തെ സേവിക്കണമെങ്കിൽ ഞാൻ ചെയ്യുന്നത് കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും ഗുണമുണ്ടാകണം, അല്ലെങ്കിൽ അതിൻ്റെ ഗുണഭോക്താവാകണം. അത് നമ്മളെ കൊണ്ട് ഒരിക്കലും പറ്റില്ല. പിന്നെ ഇപ്പോൾ ദൈവത്തെ സേവിക്കാനുള്ള മാർഗം എന്താണ്? ദൈവത്തെ സേവിക്കാനുള്ള മാർഗം കർത്താവ് പറഞ്ഞു, ഈ ചെറിയവരിൽ ഒരുത്തിന് ചെയ്തതെല്ലാം നിങ്ങൾ എനിക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ ചെറിയ ഒരു വ്യക്തിക്ക് നമ്മൾ ചെയ്യുന്നതെല്ലാം ആർക്ക് നമ്മൾ ചെയ്യുകയാണ്? കർത്താവിന് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് അധ്വാനം എന്ന് പറയുന്നത് കർത്താവിനെ, മനുഷ്യനെ സേവിക്കാൻ മാത്രമല്ല, കർത്താവിനെ സേവിക്കാനും കൂടെയുള്ള അവസരമാണ്. അധ്വാനം എന്ന് പറയുന്നത് മനുഷ്യനെ സേവിക്കാൻ മാത്രമല്ല, കർത്താവിനെ സേവിക്കാനും കൂടെയുള്ള അവസരമാണ്. ഞാൻ പറഞ്ഞതിൻ്റെ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം. ഞാനിപ്പോൾ ഒരു കുഞ്ഞിന് അക്ഷരം പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ അധ്യാപകനാണ്, ഞാനൊരു കുഞ്ഞിന് അക്ഷരം പറഞ്ഞു കൊടുക്കുന്നു. എനിക്ക് കർത്താവിന് അക്ഷരം പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ, പറ്റില്ല. ഞാനൊരു നേഴ്സാണ്, ഞാനൊരു എന്ന് വെക്കുക, ഞാനൊരു ഹോസ്പിറ്റലിൽ സാധാരണക്കാരായ ആളുകളെ ശുശ്രൂഷിക്കുന്നു. എനിക്ക് കർത്താവിന് ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. പറ്റുമോ? പറ്റില്ല. പക്ഷെ ഞാൻ ആർക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുന്നു? ഒരു ചെറിയവന്, അല്ലെങ്കിൽ ആവശ്യത്തിലിരിക്കുന്നവന്, അവന് ഞാൻ ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. അപ്പോൾ കർത്താവ് പറയാണ്, നീ അവന് ചെയ്തത് എനിക്ക് ചെയ്തതായി ഞാൻ കണക്കാക്കിയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു ക്രിസ്ത്യാനിയുടെ സകല പ്രവർത്തനങ്ങളും, അവൻ ബിസിനസ്സുകാരനായിരിക്കാം, അവൻ ബിസിനസ് ചെയ്യുന്നത് ബിസിനസ് ചെയ്ത് ലാഭം ഉണ്ടാക്കണമെന്നുള്ള മനോഭാവത്തോടെ മാത്രമല്ല. അതല്ല അവൻ്റെ മനോഭാവം. അവൻ്റെ മനോഭാവം, അവൻ സൊസൈറ്റിയെ സേവിക്കുകയാണ്. സൊസൈറ്റിയുടെ ബിസിനസ്സുകാരൻ ആവശ്യമുണ്ട്, സൊസൈറ്റിയുടെ ഡോക്ടർ ആവശ്യമുണ്ട്, സൊസൈറ്റിയുടെ മീൻ കച്ചവടക്കാരൻ ആവശ്യമുണ്ട്, സൊസൈറ്റിയുടെ പച്ചക്കറി കടക്കാരൻ ആവശ്യമുണ്ട്. നമ്മൾ സേവിക്കുന്നത് സൊസൈറ്റിയെയാണ്. പക്ഷേ സൊസൈറ്റിയെ സേവിക്കുന്നതിലൂടെ നമ്മൾ ആരെ സേവിക്കുകയാണ്? കർത്താവിനെ സേവിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെല്ലാം ആർക്കായിത്തീരും? കർത്താവിനായിത്തീരും. എന്തൊരു സന്തോഷമായിരിക്കും നമുക്ക്, എന്തൊരു സന്തോഷമായിരിക്കും. നമ്മൾ ഒരാളെ വിളിച്ച് കഞ്ഞി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കഞ്ഞി കൊടുക്കുന്നത് ആ വ്യക്തിക്ക് മാത്രമല്ല, വ്യക്തിക്ക് സന്തോഷമുണ്ട്, അതേസമയം കർത്താവ് പറയാം, അത് എനിക്ക് തന്നതായിട്ട് ഞാൻ കണക്കാക്കിയിരിക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, എന്ത്? അധ്വാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിനകത്ത് സേവനമുണ്ട്. നമ്മൾ സമൂഹത്തെ സേവിക്കുന്നു. എന്നാൽ കുറച്ചുകൂടെ ആഴത്തിൽ ചെല്ലുമ്പോൾ മനസ്സിലാക്കുന്നത്, സമൂഹത്തെ മാത്രമല്ല, ഞാൻ ആരെ കൂടെ സേവിക്കുകയാണ്? കർത്താവിനെ കൂടെ സേവിക്കുകയാണ്. ആ മനോഭാവത്തോടുകൂടെ സേവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്തോ വേണ്ടത്? എന്തോരം വലിയ പ്രതിഫലമാണ് അതിൽ തന്നെ നമുക്ക് ഉണ്ടാകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ യഥാർത്ഥത്തിൽ ദൈവികമായി കാര്യങ്ങളെ കാണാൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിൽ തന്നെ ഭയങ്കര സംതൃപ്തരും സുഖിക്കുന്നവരുമായിരിക്കും. സുഖിക്കുന്നവരെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് എ പ്ലഷർ. എന്താണ്? ആ സന്തോഷം, ആ സുഖം അനുഭവിക്കുന്നവരായിരിക്കും. അത് അനുഭവിച്ച് വേണം ജീവിക്കാൻ. ഇതൊരു ആഘോഷമാക്കണം. ഭൂമിയിലെ നമ്മുടെ ജീവിതം തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിനോടുകൂടെ ആകുമ്പോഴത്തേക്ക് അത് ആഘോഷമാണ്. അല്ലാതെ കരഞ്ഞോണ്ടല്ല ഭൂമിയിലെ ജീവിതം ജീവിക്കേണ്ടത്. ക്രിസ്തീയ ജീവിതം ഒരു ഭാരമാകരുത്, അത് ആഘോഷമാക്കണം. യേശു ക്രിസ്തുവിൻ്റെ കൂടെ ഞാൻ ജീവിക്കുമ്പോൾ അതൊരു ആഘോഷമാക്കണം.
ആഘോഷമാക്കണം. അപ്പോൾ അധ്വാനത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് കള്ളൻ ഇനി കക്കാതെ മറ്റുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുക എത്ര വേണ്ടത്. അടുത്ത ഒരു കാര്യം ഒരു പ്രായോഗിക നിർദ്ദേശമാണ്. കേൾക്കുന്നവന് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. നമ്മളുടെ സഭയ്ക്കുള്ളിൽ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിലും മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിലും നമ്മുടെ വേർഡ്സ് ഒരു ഭയങ്കര വാക്കുകൾ അതൊരു ഭയങ്കര ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. വാക്കുകൾ അവിടെ കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യമായ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. എൻ്റെ ഒരു വാക്ക് കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കുന്നതായിരിക്കണം, അല്ലെങ്കിൽ കൃപ തോന്നുന്നതായിരിക്കണം. പിന്നെ അതേപോലെ തന്നെ എന്തും കൂടെ വേണം, ആത്മീക വർധന വരുത്തുന്നതായിരിക്കണം. വെൻ ഐ ടോക്ക്, നമ്മൾ സംസാരിക്കുമ്പോൾ ചില ആളുകൾ നമ്മുടെ അടുത്തിരുന്ന് കുറച്ച് സമയം സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചാർജ്ഡ് ആകും. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളൊരു ചാർജ്ഡ് ആകുന്ന ഒരു സ്റ്റേജുണ്ട്. ചില ആളുകൾ വന്ന് 4 വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ദിവസവും ചിലപ്പോൾ ഒരാഴ്ച തന്നെ പോയി കിട്ടിയിരുന്നു. എന്തുകൊണ്ടാണ്? അവരുടെ വാക്കിനകത്ത് കൃപയില്ല. നമ്മുടെ വാക്കുകൾ കൃപയോട് കൂടിയതായിരിക്കണം. നമ്മൾ കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, കൊലോസ്യ ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത്, ഒരുത്തനോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് ഓരോരുത്തനോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. നിങ്ങളുടെ വാക്ക് എന്തുമാത്രം ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. ലോകത്തിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് നമ്മുടെ വാക്കിൻ്റെ കാര്യമാണ്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പല ആളുകളുടെയും പ്രശ്നം എന്നറിയാമോ? വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളത് അറിയില്ല. വാക്കുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റത്തില്ലെന്നാണ്. നമ്മൾ സാധാരണ പറയാനുള്ള വാക്കുണ്ട്, എറിഞ്ഞു പോയ കല്ലും പറഞ്ഞു പോയ വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ല. കല്ലെറിഞ്ഞു കഴിഞ്ഞിട്ട് അയ്യോ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല. ഇതുപോലെ തന്നെയാണ് പറഞ്ഞ വാക്കുകളും. നമ്മൾ പറയും ചിലപ്പോൾ നമ്മൾ പറയും ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നുമല്ല പറഞ്ഞതെന്ന്. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ വാക്കുകളുടെ അർത്ഥം നിങ്ങൾക്കല്ല നിർവചിക്കാൻ കഴിയുന്നത്, അത് കേൾക്കുന്നവനാണ്. ഞാൻ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, അത് കേൾക്കുന്നവനാണ് അതിൻ്റെ അർത്ഥം തീരുമാനിക്കുന്നത്. ശ്രദ്ധിച്ചോ? ഞാൻ പറയുന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ പറയുമല്ലോ, ഞാൻ അത് ഉദ്ദേശിച്ചല്ല പറഞ്ഞതെന്ന്. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, അങ്ങനെ പറയാനും പറ്റില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിൻ്റെയിലല്ല വാക്ക്, അതിൻ്റെ അർത്ഥം എന്താണെന്ന് തീരുമാനിക്കുന്നത് ആരാ? കേട്ടവനാ. അതുകൊണ്ട് പറയുന്നതിന് മുമ്പ് തീരുമാനിക്കണം ഇതിന് ഏതൊക്കെ അർത്ഥം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന്. അല്ലാതെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ യാതൊരു കാര്യവുമില്ല. ആളുകൾ സഭയ്ക്കുള്ളിൽ പിണക്കം ഉണ്ടാകാൻ കാര്യം എന്താണ്? 90% പിണക്കങ്ങളും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ കൊണ്ടാണ്, അല്ലേ? ആണോ അല്ലയോ? നിങ്ങൾ തന്നെ പറ. വാക്കുകൾ എത്ര ശ്രദ്ധിച്ചാൽ പറ്റും, എത്ര ശ്രദ്ധിച്ചാൽ. നമ്മൾ ഓരോരുത്തരോട് സംസാരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വാക്കുകൾ ഒരിക്കലും മുറിപ്പെടുത്തുന്ന വാക്കുകൾ നമുക്ക് അങ്ങനെ ഉണ്ടാകരുത്. നമ്മൾ അവരുടെ സാഹചര്യം മനസ്സിലാക്കി അവരുടെ കപ്പാസിറ്റി മനസ്സിലാക്കി. ചില ആളുകൾക്ക് നമ്മൾ പറയുന്ന അർത്ഥത്തിൽ എടുക്കാനുള്ള കാലിബർ കാണത്തില്ല. അപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ ആ രീതിയിലാണ്. അതാണ് കൃപയോടുകൂടിയ വാക്കുകൾ എന്ന് പറയുന്നത്. കൃപ, ഗ്രേസ്ഫുൾ വേർഡ്സ് ആയിരിക്കണം. യേശുവിൻ്റെ വാക്കുകളുടെ പ്രത്യേകത പറഞ്ഞിരിക്കുന്നത് അതാണ്. അവൻ്റെ ലാവണ്യ വാക്കുകൾ നിമിത്തം, അല്ലേ? അവൻ്റെ വാക്കുകളുടെ പ്രത്യേകത ഹിസ് വേർഡ്സ് വേർ ഗ്രേസ്ഫുൾ വേർഡ്സ്. അപ്പോൾ നമ്മുടെ വാക്കുകളും എങ്ങനെയുള്ളതായിരിക്കണം? ഗ്രേസ്ഫുൾ ആയിരിക്കണം. നമ്മൾ സഹോദരന്മാരോട് സംസാരിക്കുമ്പോൾ ഗ്രേസ്ഫുൾ ആയിട്ട് സംസാരിക്കണം. ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കണം. അത് ടേസ്റ്റി ആയിരിക്കണം. അല്ലാതെ ഒരു വാക്ക് കേട്ട് കഴിയുമ്പോൾ ഛർദ്ദിക്കാൻ തോന്നരുത്. ചില ഭക്ഷണം കഴിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും? ഛർദ്ദിക്കാൻ വരും. അതുപോലെ ചിലരുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഛർദ്ദിക്കാൻ വരും. അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ടാകരുത്. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് ഇവിടെ കൃത്യമായിട്ട് പൗലോസ് പറയുന്ന കാര്യമാണ്, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. വി നീഡ് ടു ബി വെരി കെയർഫുൾ അബൌട്ട് അവർ വേർഡ്സ്. വാക്കുകൾ ശ്രദ്ധിച്ചാൽ ഒരു ചർച്ചിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും വീട്ടിലെ പ്രശ്നം ഉണ്ടാകുന്നതും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും എല്ലാം എന്താണ്? അടിസ്ഥാനപരമായി ഈ വാക്കുകളുടെ വലിയ പ്രോബ്ലമുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചിട്ട്, കള്ളത്തരം പറയാനല്ല, ഹൃദയത്തിലുള്ളത് പറയാതിരിക്കാനുമല്ല. ഹൃദയത്തിൽ റിഫൈൻഡ് ആയിരിക്കണം. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെ അതാണ്. എന്താണ്? ഹൃദയം നിറഞ്ഞു കവിയുന്നത് മാത്രമേ വായ സംസാരിക്കാവൂ. ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായി സംസാരിക്കുന്നതെന്ന് കർത്താവ് പറഞ്ഞു. അതിൻ്റെ ആ സെൻസിൽ തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്താണ്?
ഹൃദയം നിറഞ്ഞ് കവിയുന്നത് മാത്രമേ വായ സംസാരിക്കാവൂ. കാരണം ഹൃദയത്തിലില്ലാത്തത് നിങ്ങൾ വായി കൊണ്ട് പറയരുത്. എന്നാൽ അതേപോലെ തന്നെ പ്രത്യേകതയുള്ള കാര്യമാണ് എന്താ, നമ്മുടെ വാക്കുകൾ അവരിലെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എൻ്റെ മനസ്സിൽ എന്തുണ്ടെന്നുള്ളത് മാത്രമല്ല, വെൻ ഐ സ്പീക്ക് സംതിങ് ഹൗ ഇറ്റ് അഫക്ട്സ് ദ പേഴ്സൺ. ഇവിടെ പോൾ പറയുന്ന കാര്യം എന്താണ്? കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന്. നിങ്ങൾക്ക് കൃപ ഉണ്ടോ എന്നുള്ളത് പോലും അല്ല ഇവിടുത്തെ വിഷയം. ഇത് കേൾക്കുന്നവന് കൃപ കിട്ടണം. ഇത് കേൾക്കുന്നവന്. നമ്മൾ പലപ്പോഴും ഭയങ്കര റഫായിട്ട് സംസാരിക്കാറുണ്ട് ആളുകളോട്. നമ്മൾ എന്തുകൊണ്ടാണ് റഫായിട്ട് സംസാരിക്കുന്നത്? റഫായിട്ട് സംസാരിക്കുന്നതിന് എൻ്റെ ഭാഷയിൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ: നിങ്ങൾ അഹങ്കാരികളായതുകൊണ്ടാണ് റഫായിട്ട് ഒരാളോട് സംസാരിക്കുന്നത്. അഹങ്കാരികളായതുകൊണ്ടാണ്. എനിക്കൊരാളെ വഴക്ക് പറയാൻ എങ്ങനെ വഴക്ക് പറയാൻ പറ്റും? ഞാനൊരാളെ വഴക്ക് പറയുന്നത് എപ്പോഴാണ്? ഞാൻ മുകളിലും അയാൾ താഴെ ആകുമ്പോഴല്ല വഴക്കുണ്ടാക്കത്തുള്ളൂ, വഴക്ക് പറയത്തുള്ളൂ. വെൻ ഐ എം ക്വാറലിംഗ് വിത്ത് സംബഡി, ഞാനൊരു ഒരാളെ വഴക്ക് പറയുന്നത് എപ്പോഴാണ്? ഞാൻ മുകളിലും അയാൾ താഴെയും ആകുമ്പോഴാണ് ഞാൻ വഴക്ക് പറയുന്നത്, ഇല്ലേ? ഞാൻ ഒരാളെ വഴക്ക് പറയാന്നുള്ള അതിൻ്റെ ആ സെൻസ് നിങ്ങൾ മനസ്സിലാക്കുക. സ്കോൾ ചെയ്യുക. എന്തുകൊണ്ട് ശകാരിക്കുന്നത്? ബിക്കോസ് ഐ തിങ്ക് ഐ ക്യാൻ ഡു ദാറ്റ് ബിക്കോസ് ഐ എം ഹയർ ദാൻ ദാറ്റ് പേഴ്സൺ. അല്ലെങ്കിൽ പിന്നെ ഒരിക്കലും ചെയ്യില്ല. എന്നെക്കാൾ ഉയർന്ന ഒരാളെ ശകാരിക്കാനൊന്നും ഞാൻ പോകത്തില്ല. ഇല്ല. അപ്പോൾ ഞാൻ ഒരാളെ ശകാരിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ ചിന്ത ഞാൻ അയാളേക്കാൾ വലിയ ആളാണെന്നാണ്. അതിൻ്റെ അർത്ഥം ഞാൻ അഹങ്കാരിയാണെന്നാണ്. ഒരു അഹങ്കാരി മാത്രമേ മറ്റൊരാളെ ശകാരിക്കാൻ പോവുള്ളൂ. ഒരു അഹങ്കാരി മാത്രമേ മറ്റുള്ളവരെ കളിയാക്കത്തുള്ളൂ. അഹങ്കാരം. അപ്പം തന്നെ നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു. ദൈവം അഹങ്കാരികളോട് എതിർത്ത് നിൽക്കുന്നതാണ്. നിങ്ങൾക്കറിയില്ല, നിങ്ങൾ മറ്റൊരാളോട് ചൂടാകുമ്പോൾ, മറ്റൊരാളോട് വെൻ യു ആർ സ്കോൾഡിങ് എ പേഴ്സൺ, യു ഹീൽഡ് അപ്പ് ആൻഡ് ടോക്കിംഗ് ഇൻ എ വെരി ഹാർഷ് വേ, ഹാർഷ് വേർഡ്സ് ഉപയോഗിക്കുമ്പോൾ നിങ്ങളോട് ദൈവം എതിർത്ത് നിൽക്കുകയാണ്. ബിക്കോസ് ഹാർഷ് വേർഡ്സ് ഉപയോഗിക്കുന്നവൻ അഹങ്കാരിയാണ്. അഹങ്കാരികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു. എന്തിനാ വെറുതെ ദൈവത്തെ നിങ്ങളുടെ ഓപ്പോസിറ്റ് സൈഡിലാക്കുന്നത്? വിനയത്തോടുകൂടെ സംസാരിക്കും. താഴ്ചയുള്ളവരെ അവൻ എന്ത് ചെയ്യുന്നു? അവൻ ഉയർത്തുന്നു. അവൻ അവരെ കടാക്ഷിക്കുന്നു. അഹങ്കാരികളോട് അവൻ എതിർത്ത് നിൽക്കുന്നു. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ എന്തുമാത്രം സൗമ്യതയോടുകൂടെയുള്ള വാക്കുകൾ, ഉപ്പിനാൽ രുചി വരുത്തിയതായ വാക്കുകൾ. ഒരാൾ പോയിട്ട് നമ്മൾ അടുത്തൊരാൾ കുറച്ചു നേരം സംസാരിച്ചിട്ട് തിരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ടത് നമുക്ക് ചില ആളുകളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ, ഞാൻ 2000 ക്യാപ്റ്റൻ സാമുവേലിൻ്റെ വീട്ടിൽ ഞാൻ ഒന്ന് പോയി. ഞാൻ ആ മനുഷ്യനുമായിട്ട് കണ്ടിട്ട് ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഞാൻ ചെന്ന ദിവസം അദ്ദേഹം ആ വീട്ടിൽ ഇല്ല. അദ്ദേഹം ജമ്മുവിലാണ് ഞാൻ പോയത്. ക്യാപ്റ്റൻ സാമുവേലിനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലേ കണ്ടിട്ടുള്ളൂ. അതൊരു ചായക്കടയിൽ വെച്ചാൽ അദ്ദേഹം അപ്പുറത്തിന് ചായ കുടിച്ച്, അപ്പുറത്തിന് ചായ കുടിച്ചു. എനിക്ക് മനസ്സിലായി അദ്ദേഹം ക്യാപ്റ്റൻ സാമുവേലാണെന്നൊക്കെ. പക്ഷേ എന്നെ അദ്ദേഹത്തിന് അറിയത്തില്ല. നാച്ചുറലി ഞാൻ വാസ് എ ബോയ് ദാറ്റ് ടൈം. അത് തന്നെയല്ല, അറിയത്തക്ക രീതിയിൽ ഞങ്ങൾ തമ്മിൽ ബന്ധങ്ങളൊന്നുമില്ല. ഞങ്ങൾ തമ്മിൽ വേറെ ഒരു കണക്ഷനോ മറ്റുള്ള കാര്യങ്ങളും ഇല്ല. പക്ഷേ ഞാൻ അവിടെ വിസിറ്റ് ചെയ്ത സമയത്ത് ഐ ജസ്റ്റ് വാണ്ടഡ് ടു വിസിറ്റ് ഹിം. പക്ഷേ അവിടെ ചെന്നപ്പോൾ മനസ്സിലായി ക്യാപ്റ്റൻ സാമുവേൽ അവിടെ ഇല്ല. ഓൺലി ഹിസ് വൈഫ്. അന്ന് വൈകുന്നേരം ഞാൻ അവളുടെ ചർച്ചിൽ, ക്യാപ്റ്റൻ സാമുവേലിൻ്റെ ചർച്ചിൽ ഞാൻ പ്രസംഗിക്കുന്നുണ്ട്. അത് അവിടെയുള്ള അവരുടെ ലോക്കൽ പാസ്റ്റർ എന്നെ പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ഞാൻ 1 മണിക്കൂർ ആ ഭവനത്തിലിരുന്നു. ഇന്നും ഞാൻ മറക്കത്തില്ല. ഞാൻ ഭയങ്കരമായിട്ട് ചാർജ്ഡായിട്ടാണ് ആ വീട്ടിൽ നിന്ന് മടങ്ങി വന്നത്. ആ സ്ത്രീയുടെ സംസാരം, അവരെനിക്ക് എത്ര ഉത്തേജനം തന്നുള്ളത് എനിക്ക് ഇപ്പോഴും അറിയില്ല. അവർ വലിയ വലിയ കാര്യങ്ങളൊന്നും എന്നെ പഠിപ്പിച്ചിട്ടൊന്നുമല്ല. അവർ ഗലാത്യ ലേഖനത്തെക്കുറിച്ച് എനിക്ക് ക്ലാസ് എടുത്തിട്ടൊന്നുമല്ല. അതൊന്നുമില്ല. അവർ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത്. പക്ഷേ ഇന്നും ആ സ്ത്രീ എന്നോട്, ആ അമ്മച്ചി എന്നോട് സംസാരിച്ച സംസാരം, 1 മണിക്കൂർ ഞങ്ങൾ ഒരുമിച്ചിരുന്ന ആ ഭവനത്തിൽ നിന്ന് ഒരു ചായ കുടിച്ചതേ ഉള്ളൂ, കഴിച്ചതുമില്ല. സംസാരിച്ചതായ കാര്യങ്ങൾ എന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ചാർജ് തന്നു. എന്നെ അങ്ങ് ശരിക്കും അങ്ങ് ഉത്തേജിപ്പിച്ചു. അപ്പം ഞാൻ അന്ന് ആലോചിച്ചു, പക്ഷേ ഇതൊക്കെ വാസ്തവത്തിൽ ഭാഗ്യം എന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുന്ന ആളുകൾ അരമണിക്കൂർ നമ്മളോട് ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോഴത്തേക്ക് പ്രസന്നവതരായി തിരിച്ചു പോകാനായിട്ട് കഴിയുമെങ്കിൽ അതാണ് കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതെന്ന് പറയുന്നത്. നിങ്ങൾ അടുത്തൊരാൾ വന്ന് അതൊക്കെയാണ് വാസ്തവത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അല്ലെങ്കിൽ അതൊക്കെയാണ് നിങ്ങളുടെ ക്വാളിറ്റി. നിങ്ങൾക്ക് ഇവിടെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ക്വാളിറ്റി അതാണ്.